സ്ത്രീകളെ വലയിൽ വീഴ്ത്തുന്ന നിരവധി വീരന്മാരുടെ, ഇവരെ വീരന്മാരെന്ന് വിളിക്കാൻ പാടില്ല, കള്ളന്മാരുടെ കഥകൾ കാലങ്ങളായി നാം കേൾക്കുന്നുണ്ട്. പഴയതിൽ നിന്നും വ്യത്യസ്തമായി വഞ്ചിതരാകുന്ന സ്ത്രീകൾ ഒറ്റക്കെട്ടായി ഇവന്മാരെ കൂട്ടമായി ആക്രമിക്കുന്ന പ്രവണത ഈയിടെ വ്യാപകമായിട്ടുണ്ട്. അത് ഇത്തരക്കാരുടെ സ്വൈര്യ വിഹാരത്തിന് ഒരു പരിധിവരെ തടയിടുന്നതിന് സഹായകവുമാവുന്നുണ്ട്. സ്വയം വലിയ സംഭവമാണെന്ന് സ്ഥാപിച്ച് വൈകാരികപരമായി ദുർബലരായ സ്ത്രീകളെ ചൂഷണം ചെയ്താണ് ഇത്തരക്കാർ തഴച്ചു വളരുന്നത്. നേരത്തെയൊക്കെ തനിക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അപകടം പുറത്തു പറയാൻ ഭയന്ന് സ്ത്രീകൾ സ്വയം ശിക്ഷിക്കാറായിരുന്നു പതിവ്. എന്നാൽ തുറന്നു പറയാൻ ചില സ്ത്രീകളെങ്കിലും തന്റെ ഇടം കാണിക്കുകയും അതേ പുരുഷനിൽ വഞ്ചിതരായ മറ്റു സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ഇതിനൊക്കെ വലിയ ഒരു അനുഗ്രഹമായി മാറുന്നുമുണ്ട്. ചില പുരുഷന്മാരാകട്ടെ അപകടകാരിയായ സ്ത്രീക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് വരെ എഴുതി സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇക്കാലത്ത് ഇത്തരം സ്വയം പ്രഖ്യാപിത കാമദേവന്മാർ ചെയ്യുന്ന ചതിയുടെ ഫലം അവർ തന്നെ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ച് അനവധി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി ജയകൃഷ്ണ മേനോൻ എന്ന യുവാവിനെതിരെ പരാതി ഉയർന്നു എന്നതാണ്. സോഷ്യൽ മീഡിയകളിൽ യുവാവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. തനിക്ക് വഴങ്ങാത്ത സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തുന്നതായും ജയകൃഷ്ണനെതിരെ പരാതിയുണ്ട്. ജയകൃഷ്ണന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ കേൾക്കാം. നിനക്കുള്ള പണിയാണ് തരുന്നുണ്ടടി മോളെ. ഇതിലൊന്നും കാര്യമില്ല. കണ്ടില്ല എത്ര പെണ്ണുങ്ങളാ നല്ല ലൈംഗിക ശേഷിയുള്ള മനുഷ്യനാന്ന് പറയുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കല്ലേ ചെയ്യേണ്ടത് മോനെ. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എത്ര പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്നു എന്നുള്ളത് ആരുടെയും വിഷയമല്ല. മനസ്സിലായല്ലോ. ഞാൻ സ്വാമി സന്യാസിയൊന്നും അല്ല. സന്യാസിക്കുന്ന പ്രായത്തിൽ ഞാനത് നിർത്തുകയും ചെയ്യും. ഞാൻ കടന്നിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെയും കൂടെ സമ്മതത്തോടു കൂടി അവർ വിളിച്ച് വരുത്തിയത് തന്നെയാണ്. ഇനി അതും കൂടെ പറഞ്ഞുതരാം. എനിക്ക് സന്യാസിക്കേണ്ട പ്രായമായെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ 60 വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഞാനത് ചെയ്യുകയും ചെയ്യും. അത് എന്ന് വിചാരിച്ചിട്ട് പോലത്തെ സെപ്റ്റി ടാങ്കിലൊന്നും പോയി ചാടേണ്ട കാര്യം എനിക്ക് ഇല്ലതാനും. മനസ്സിലായിക്കോളൂ. അതും മനസ്സിലായിക്കോളൂ. ടാങ്കിൽ പോയിട്ട് 60 വയസ്സുള്ള സെപ്റ്റി ടാങ്കിലൊന്നും പോയിട്ട് ചാടേണ്ട കാര്യം എനിക്ക് ഇല്ല. എൻ്റെ ഒരു രോമം കൊഴിഞ്ഞു പോയെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. മനസ്സിലായല്ലോ. അത് മനസ്സിലായിക്കോ. എൻ്റെ തനിനിറം നിനക്ക് അറിയില്ല. യു ഹാവ് സീൻ ഓൺലി വൺ സൈഡ് ഓഫ് മൈ ഫേസ്. ആര് പറഞ്ഞടി നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്? ആര് പറഞ്ഞു അത്? എനിക്ക് വേറെയും പെണ്ണുങ്ങളുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ. നീ അല്ല എനിക്ക് കേട്ടോ. സംഘപരിവാർ അനുകൂലി എന്ന ലേബലിൽ സ്ത്രീകളെ വശീകരിച്ച് വലയിലാക്കി ലൈംഗിക ചൂഷണം നടത്തുകയും പണം തട്ടിയെടുക്കുകയുമാണ് ഇയാളുടെ രീതി. എന്നാൽ ഇയാൾക്കെതിരെ സംഘപരിവാർ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 60 വയസ്സുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയതിന് ജയകൃഷ്ണനെതിരെ ചോറ്റാനിക്കര പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 21-ന് വീട്ടിൽ കയറി ചെന്ന് 60 വയസ്സുള്ള സ്ത്രീയെ കയറി പിടിച്ചതിനും മൊബൈൽ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതിനുമാണ് ജയകൃഷ്ണനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്.